ന്യൂയോർക്ക് കോടതിയിൽ തനിക്കെതിരായ കുറ്റങ്ങൾ നിഷേധിച്ച് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും ഇപ്പോഴും വെനസ്വേലയുടെ പ്രസിഡന്റാണെന്നും മഡൂറോ പറഞ്ഞു. തടവുകാരന്റെ വേഷത്തിൽ കാലുകൾ ചങ്ങലയിൽ ബന്ധിച്ചാണ് മഡൂറോയെ കോടതിയിൽ ഹാജരാക്കിയത്. മഡൂറോയുടെ അടുത്ത വിചാരണ മാർച്ച് 17 നടക്കും. ആദ്യം ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഏജന്റുമാരുടെ അകമ്പടിയോടെ സൈനിക വാഹനത്തിൽ ബ്ലൂക്ലിൻ ജയിലിൽ നിന്നും പുറത്തേക്ക്, തുടർന്ന് മൻഹാട്ടണിലെ കോടതി സമുച്ചയത്തിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് സായുധ വാഹനത്തിൽ കോടതി മുറിയിലേക്ക്. ഓറഞ്ചും ചാരയും നിറത്തിൽ തടവു പുള്ളികളുടെ വേഷമണിഞ്ഞ മഡൂറോയും ഭാര്യ സീലിയയും കൈവിലങ്ങണിഞ്ഞ് സുരക്ഷാ ഉദ്യോഗസ്ഥരാൽ വളയപ്പെട്ട് നിൽക്കുന്ന ചിത്രം ചരിത്രത്താളുകളിൽ അടയാളപ്പെടുത്തപ്പെട്ട നിമിഷം. ഇന്ത്യൻ സമയം 10:30 കോടതി നടപടികൾ തുടങ്ങിയത്. മഡൂറോയുടെ കൈവിലങ്ങുകൾ നീക്കി, കാലുകൾ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു. കോടതിയിൽ സമർപ്പിച്ച 25 പേജുള്ള കുറ്റപത്രത്തിൽ നാർക്കോ ഭീകരവാദം, മെഷീൻ ഗണ്ണുകളടക്കം അനധികൃത ആയുധ സംഭരണം എന്നിങ്ങനെ ആരോപണങ്ങൾ. കസേരയിലിരുന്ന് വാദം കേട്ട മഡൂറോ നോട്ട്പാഡിൽ വിവരങ്ങൾ കുറിച്ചു. ഒടുവിൽ തന്റെ ഭാഗം കേൾക്കുമ്പോൾ പറഞ്ഞു, താൻ കുറ്റക്കാരനല്ല, നിരപരാധിയാണ്, മാന്യനായ ഒരു വ്യക്തിയാണ്, ഇപ്പോഴും എന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്. ഈ സമയം മഡൂറോയെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായ നൂറുകണക്കിന് പേർ ന്യൂയോർക്കിലെ കോടതിക്ക് പുറത്ത് പ്രകടനങ്ങളുമായി എത്തി. മഡൂറോയുടെ ഭാര്യ സീലിയ ഫ്ലോറേസും കോടതിയിൽ നിരപരാധിയാണെന്ന് വാദിച്ചു. US നടപടിക്കിടെ വാരിയലിനും മുഖത്തുമടക്കം പരിക്കേറ്റ സീലിയയ്ക്ക് ചികിത്സ ആവശ്യമാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. മഡൂറോയ്ക്ക് വേണ്ടി പ്രമുഖ അഭിഭാഷകൻ ബാരി ജോയൽ പൊള്ളാക്ക് ആണ് കോടതിയിൽ ഹാജരായത്. മുൻപ് വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പൊള്ളാക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത്. അരമണിക്കൂർ നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ മാർച്ച് 17 അടുത്ത വാദം കേൾക്കലിനായി കോടതി സമയം നിശ്ചയിച്ചു. എല്ലാവർക്കും സുപ്രഭാതം നേർന്ന മഡൂറോ നിങ്ങൾ അനുഭവിക്കുമെന്ന് സ്പാനിഷിൽ വിളിച്ചു പറഞ്ഞ ഒരാളോട് താൻ യുദ്ധത്തടവുകാരനാണെന്നും തടവിലാക്കപ്പെട്ട പ്രസിഡന്റാണെന്നും മറുപടി നൽകി. ഇത്തവണ ജാമ്യം തേടാതിരുന്ന മഡൂറോ ജാമ്യത്തിനുള്ള അവകാശം പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റിവെച്ചുവെന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഇതനുസരിച്ച് അടുത്ത വാദം കേൾക്കൽ വരെ മഡൂറോ US ജയിലിൽ തുടരുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.